ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സവിശേഷതയുണ്ട്, പ്രവർത്തന രീതിയുണ്ട്, മനോഭാവമുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്കൊരു കാര്യം ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെടുന്നു. അതിൻ്റെ പിന്നിൽ പല കാരണങ്ങളും ഉണ്ട്. പ്രത്യേകിച്ചും പങ്കാളികൾ തമ്മിൽ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവിടെ യുക്തിപരമായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ചില സ്ത്രീകളെ സംബന്ധിച്ച് ഈ സമയത്ത് അവർക്ക് അവരുടേതായ ചില രീതികളുണ്ട്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. യഥാർത്ഥത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിലൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളും ഉണ്ട്. ഓരോ വ്യക്തിയിലും കാമത്തിൻ്റെ അളവ് വ്യത്യാസമാണ്. അവർക്കിഷ്ടപ്പെട്ട രീതിയിലും വ്യത്യാസമുണ്ട്. പലർക്കും ഇതൊന്ന് തുടങ്ങിക്കിട്ടാൻ ചില കാര്യങ്ങൾ പങ്കാളി ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും തുടക്കത്തിലുള്ള ആ ഒരു താല്പര്യം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആ രീതിയിലാക്കിക്കൊണ്ട് വരണം. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ദാമ്പത്യത്തിന് നമുക്ക് പങ്കാളിയോട് സ്നേഹം മാത്രം പോരാ, ഒരാകർഷണവും വേണം. എന്നുവെച്ചാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യത്തിനോട് പങ്കാളിക്ക് തീവ്രമായ ഒരു ഇഷ്ടം ഉണ്ടായിരിക്കണം. അത് കാമത്തിൻ്റെ ഊർജ്ജത്തെ കൂട്ടുന്നതുമായിരിക്കണം. അതിനുവേണ്ടി നമ്മുടെ ഓരോ അവയവങ്ങളും എങ്ങനെ ഇരിക്കുന്നു, ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു, ഇതൊക്കെ നിരീക്ഷിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യത്തിനകത്ത് പുരുഷൻ്റെ ആത്മവിശ്വാസം ഏറ്റവും പ്രധാനമാണ്. അതനുസരിച്ചാണ് ഒരു ബന്ധപ്പെടൽ എപ്പോൾ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഏത് രീതിയിൽ ചെയ്യണം, അതുപോലെ എങ്ങനെ അവസാനിപ്പിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത്. അവനെ സംബന്ധിച്ച് ഈ ഒരു കാര്യം പൗരുഷവും മനസ്സിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കാഴ്ചയിൽ കൂടി സങ്കല്പത്തിൽ കൂടി ഈ ഒരു മൂഡിലേക്ക് വരാൻ പറ്റും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് ഇതിൻ്റെ പ്രവർത്തനം കൂടുതലും അവരുടെ ശരീരത്തിലെ സ്പർശനത്തിനെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോർപ്ലേ സമയത്ത് കാമത്തിൻ്റെ ഊർജം വരാൻ തുടങ്ങത്തേ ഉള്ളൂ. ചിലർക്കാണെങ്കിൽ ഈ കാര്യത്തിൽ പങ്കാളിയിൽ നിന്ന് നല്ല സംതൃപ്തി കിട്ടുന്നവരുണ്ട്, ചിലർക്കാണെങ്കിൽ അത്ര പോരാ. അതുകൊണ്ടാണ് ചിലർക്കിതിന് നല്ല താല്പര്യം തോന്നുന്നതും മിക്കവാറും ദിവസം പങ്കാളിയായിട്ട് ബന്ധപ്പെടുന്നതും. സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പങ്കാളിയോട് കാമപരമായിട്ടുള്ള ഒരു അടുപ്പം തോന്നാൻ കാരണം ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ്. ഇത് കൂടുതലും പ്രവർത്തിക്കുന്നത് ചുംബനത്തിൽ കൂടിയും ആ സമയത്ത് മാറിടത്തിൽ ചെയ്യുന്ന ചില ക്രിയകളിൽ കൂടിയാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് സ്നേഹം തോന്നുന്നവരോടെല്ലാം കാമം തോന്നണമെന്നില്ല. എന്നാൽ കാമം തോന്നുന്നവരോട് അവർക്കൊരു പ്രത്യേക സ്നേഹം തോന്നാറുമുണ്ട്. എന്നാൽ പുരുഷന് ഈ രീതിക്കകത്ത് കുറച്ച് വ്യത്യാസമുണ്ട്. അവർക്ക് കാമം തോന്നുന്ന എല്ലാവരോടും സ്നേഹം തോന്നണമെന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കാര്യം വീണ്ടും ചെയ്യണമെന്ന് തോന്നുന്നത് എപ്പോഴാണ്? അതിനകത്ത് രസകരമായ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ റെക്കോർഡ് ചെയ്യുമ്പോഴാണ്. മാത്രമല്ല ഈ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ശരീരത്തിന് ഒരുപാട് സുഖം നൽകുന്നുണ്ട്. സ്ത്രീകളുടെ മനസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെക്കാനിസം പ്രവർത്തിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ രതിമൂർച്ചയിലേക്ക് വരുന്ന അനുഭവം ഏത് രീതിയിലാണ്? യഥാർത്ഥത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ പുരുഷന്മാരിൽ മാത്രമല്ല സ്ത്രീകളിലും പ്രവർത്തിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കാമത്തിൻ്റെ ഊർജം വന്നിട്ട് ബന്ധപ്പെടണം എന്ന ആഗ്രഹം തോന്നിപ്പിക്കുന്നത്, അതുപോലെ അതിന് വേണ്ടുന്ന സാഹചര്യം ഒരുക്കുന്നത്. മാത്രമല്ല ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലൂബ്രിക്കേഷൻ കൂടുതലായിട്ട് വരുന്നത് ഇതിൻ്റെ ശരിയായ പ്രവർത്തനം കൊണ്ടാണ്. എന്നുവെച്ചാൽ അകത്തേക്ക് വരാനായിട്ട് പങ്കാളി കൊതിക്കുന്ന ഒരു സമയമുണ്ട്. അതുപോലെ കുറച്ച് ഹാർഡായിട്ടുള്ള ടിഷ്യൂസ് ആണെങ്കിൽ ചെയ്യുന്ന രീതിക്കും മാറ്റം വരുത്തണം. ആ അവസ്ഥ വരുന്നത് വരെ പുറമേയുള്ള ജോലികൾ തന്നെയാണ് നല്ലത്. പുരുഷനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പങ്കാളിയെ മനസ്സിലാക്കേണ്ട ഒരു സമയം ഇതാണ്. എന്നുവെച്ചാൽ ഏതൊരു വ്യക്തിയാണെങ്കിലും ഈ സമയത്ത് ഒരു പ്രത്യേക രീതിയോട് ഒരിഷ്ടം കൂടുതലായിട്ടുണ്ടാവും. ചിലരാണെങ്കിൽ അതിനെക്കുറിച്ച് ഓപ്പണായിട്ട് പറയാറുണ്ട്. എന്നാൽ ചിലരാണെങ്കിലോ റെസ്പോൺസിൽ കൂടി അതറിയിക്കാറുണ്ട്. ചിലരെ സംബന്ധിച്ച് കാമം കുറച്ച് കൂടുതലായിട്ടുണ്ട്, വിശപ്പ് പോലെ തന്നെയാണ്. പല കാരണത്താലും യോനി ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറച്ച് കൂടുതലായിട്ട് വരാറുണ്ട്. ചിലർക്ക് പങ്കാളിയിൽ നിന്നും ഇതിനകത്തൊരു സംതൃപ്തി കിട്ടാറുണ്ട്. ചിലർക്കാണെങ്കിൽ പ്രണയത്തിൽ കൂടിയേ പറ്റത്തുള്ളൂ. എന്നാൽ മറ്റ് ചിലർക്ക് ഏതൊക്കെ രീതിയാണെങ്കിലും സ്വയം ചെയ്തെങ്കിൽ മാത്രമേ ഒരു സംതൃപ്തി കിട്ടത്തുള്ളൂ. കാമവികാരത്തിന് അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനത്തിനകത്ത് ഒരു സന്തോഷം കണ്ടെത്തുന്നവരുണ്ട്. ഒരു പ്രാവശ്യം ഒരു പ്രത്യേക രീതിയിലുള്ള അനുഭൂതി കിട്ടിയെങ്കിൽ വീണ്ടും അതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമ്മുടെ ഉപബോധ മനസ്സ് ശ്രമിക്കാറുണ്ട്. ചില പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്കിതിനകത്ത് ചില രീതിക്ക് വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ പങ്കാളി അവർ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്, അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ പ്ലഷർ പോയിൻറ്റ്സ് എവിടൊക്കെയാണെന്നും ഏതൊക്കെ രീതിയോടാണ് കൂടുതലായിട്ട് ഇഷ്ടമെന്നും നന്നായിട്ടറിയാം. ഈ സമയത്തെ അവരുടെ ഫാൻറ്റസിയും ചലനങ്ങളും ഒക്കെ തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കും.
തന്നെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഏറ്റവും ആത്മവിശ്വാസം തോന്നുന്ന ഭാഗം ഏതാണോ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ ക്രിയകളും ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോസസ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്രത്യേക ഫ്രീക്വൻസി ചെയ്തെങ്കിലേ സ്ത്രീകളെ സംബന്ധിച്ച് പൂർണ്ണ സംതൃപ്തി കിട്ടത്തുള്ളൂ. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, സ്ത്രൈണതയുടെ ഭാഗമായിട്ട് വരുന്ന ഏത് കാര്യവും അതുപോലെ പൗരുഷത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഏത് കാര്യവും തമ്മിൽ ഒരു പ്രത്യേക ആകർഷണമുണ്ട്. നമ്മളിപ്പോൾ ആസ്വദിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പം ഏത് ആറ്റിറ്റ്യൂഡിൽ ചെയ്യുന്നു, ഏത് ഫാൻറ്റസിയുടെ ബേസിൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. യഥാർത്ഥത്തിൽ ഈ കാമമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മാത്രമുള്ള ഒരു ആവശ്യമല്ല, മനസ്സിൻ്റെയും കൂടാണ്. അതുപോലെ കാമം കൂടുതലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് സ്വയം ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട സാഹചര്യം ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ചില സമയത്ത് ഇഷ്ടപ്പെട്ട പുരുഷനോട് സംസാരിക്കുന്നത് പോലും അവർക്കൊരു പ്രത്യേക അനുഭൂതിയാണ്. ഈ സമയം ക്രിസരിയുടെ ഭാഗത്തുണ്ടാകുന്ന ചെറിയ തരിപ്പ് ചില ക്രിയകൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ശക്തമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ളൊരു റിലാക്സേഷൻ ഈ സമയത്ത് കൊതിക്കുന്നുണ്ട്. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പങ്കാളിയോട് കാമപരമായിട്ടുള്ളൊരു അടുപ്പം തോന്നുമ്പോൾ ഒരു പ്രത്യേക രീതി പെരുമാറാറുണ്ട്. ഈ സമയത്ത് ബന്ധപ്പെടുവാണെങ്കിൽ രതിമൂർച്ചയിലെത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഈ സമയത്ത് ചെയ്യുന്ന ഓരോ ക്രിയകൾക്കും ശരീരം അതനുസരിച്ച് പ്രതികരിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ക്രിസരിയുടെ ഭാഗത്തെ നെർവെൻഡിങ്സ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അവിടേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മനസ്സ് അവിടേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഈ ഒരു ഭാഗത്തെ ഏത് രീതിയിലാണ് പ്രവർത്തിപ്പിക്കുന്നത് അതനുസരിച്ചിരിക്കും പങ്കാളിക്ക് കിട്ടുന്ന സംതൃപ്തി. എന്നാൽ ഇതിലേക്ക് ഏത് രീതിയിൽ എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. കുറച്ച് സമയമെടുത്തുള്ള സ്പർശനങ്ങൾ, ചുംബനങ്ങൾ നന്നായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വന്നെങ്കിലേ നമുക്കിതിനകത്ത് സംതൃപ്തി കിട്ടത്തുള്ളൂ. ഒന്നാമത് ആഗ്രഹം, രണ്ടാമത് സാഹചര്യം, മൂന്നാമത് പങ്കാളി, നാലാമത് ചെയ്യുന്ന രീതി. എന്നാൽ ചിലരെ സംബന്ധിച്ച് പങ്കാളിയായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി അങ്ങോട്ട് ശരിയാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിനകത്ത് അവർ മിക്കവാറും പങ്കാളിയെ അടുപ്പിക്കാറുമില്ല. അതിന് ഓരോരുത്തർക്കും വൈകാരികപരമായിട്ടുള്ള പല കാരണങ്ങളും ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഊർജം ചിലരിൽ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇതിനകത്ത് പുരുഷ പങ്കാളിയുടെ താല്പര്യവും ചെയ്യുന്ന രീതിയും വളരെ പ്രധാനമാണ്. ചില പുരുഷന്മാരെ സംബന്ധിച്ച് ഈ ഫോർപ്ലേയൊക്കെ കുറേ സമയമെടുത്ത് ചെയ്യാനുള്ളൊരു ക്ഷമ കാണിക്കാറുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഏത് കാര്യത്തിനകത്താണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? കാരണം നമ്മുടെ ഉള്ളിലുള്ള കാമത്തെ സംതൃപ്തിപ്പെടുത്താനായി ഉപബോധ മനസ്സ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് വ്യത്യാസം വരും. എന്നാൽ പരസ്പരം ഒരു ആകർഷണവും ആഗ്രഹവും ആശ്രയത്വം ഉണ്ടെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ഡേ. ബൈ.